സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ഇടപ്പള്ളി PVRലുള്ള സ്ക്രീൻ 5-ലായിരുന്നു ബാലൻ കാണാൻ എത്തിയത്. പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. ബാലൻ്റെ DCP ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ ഫിലിമാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ നല്ല ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ കാണണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനിലാണ് കാണേണ്ടത്. കേരളത്തിലുള്ള ഫ്ലാറ്റ് സ്ക്രീനുകളുടെ എല്ലാം ലിസ്റ്റ് ഞാൻ കൊടുക്കാം. കൊച്ചിയിലും ട്രിവാൻഡ്രത്തുള്ള ഫ്ലാറ്റ് സ്ക്രീനുകളെല്ലാം PVRലാണ്. ഇതാണ് അതിന്റെ ലിസ്റ്റ്. തൃശ്ശൂരും കാലിക്കറ്റും പെരിന്തൽമണ്ണയിലുള്ള ഫ്ലാറ്റ് സ്ക്രീനുകളെല്ലാം പലാക്സി സിനിമാസിലാണ്. ഇതിൽ എപ്പിക് സ്ക്രീനുകളിൽ നിങ്ങൾക്ക് വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് ലഭിക്കും. ബാലൻ ഒരു ബാലന്റെയും അമ്മയുടെയും കഥയാണ്. ഈ വർഷം കണ്ട സിനിമകളിലെ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസുകളിൽ ഒന്നാണ് ബാലൻ. ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫർസാന പാലത്തെങ്കിൽ ആദ്യത്തെ പടമാണെന്ന് പറയില്ല, കിടിലം പെർഫോമൻസ്. അതുപോലെ ബാലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആദിശേഷൻ, പിന്നെ മുഹമ്മദ് സിനാൻ, ഇവർ രണ്ടുപേരും എജാതി പെർഫോമൻസ് ആണ്. ടോവിനോ തോമസ് ആണെന്നുണ്ടെങ്കിലും ജീൻ പോൾ ആണെന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചുള്ള ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിന്റെ കിടിലൻ പെർഫോമൻസ് ആണ്. ടെക്നിക്കൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഷൈജു ഖാലിദിന്റെ ക്യാമറ, സുഷിൻ ശ്യാം ഒരു സ്ലോ ബേൺ ക്രൈം ഡ്രാമ ത്രില്ലറാണ്. അപ്പൊ അതിന് എന്താണോ മ്യൂസിക് കൊടുക്കേണ്ടത് അതെല്ലാം കിഡിലനായിട്ട് നൽകി. ഇവരുടെ ഈ കളക്റ്റീവ് ആയിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, അതായത് റൈറ്റിംഗ് സൈഡ് പീക്കാണ്, പെർഫോമൻസ് പീക്കാണ്. സുഷിൻ ശ്യാമ ഇവിടെ, ഷൈജു ഖാലിദ് ഇവിടെ. ഈ ഒരു കളക്റ്റീവ് എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ആ സീൻ കഴിയുമ്പോൾ കൈയടിച്ചു പോകും, അതുപോലുള്ള ഒരു ക്ലൈമാക്സ് ആണ് സിനിമ നൽകുന്നത്. തിയേറ്ററിൽ തന്നെ കാണേണ്ട, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ബാലൻ.